നിങ്ങളിപ്പോൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ പോണ ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ കുറേ വൈറൽ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും 2 ലക്ഷത്തിന് ഇന്നോവ കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ശരിക്കും സത്യമാണോ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആക്ച്വലി അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. 2018 മുതൽ CAQM എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങളും 15 വർഷം കഴിഞ്ഞ പെട്രോൾ വാഹനങ്ങളും ഡൽഹി NCR റീജിയനിലുള്ള ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് കാലം മുമ്പ് തുടങ്ങിയതാണ്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് പൊല്യൂഷൻ കൂടുതലാണ്. വേൾഡിലെ 3ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഡൽഹിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ ഡേറ്റ് എക്സ്പയർ ആയിട്ടുള്ള വണ്ടികൾ 10ഉം 15ഉം വർഷം കഴിഞ്ഞ വണ്ടികൾ അവിടെ ഓടിക്കാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യണം? അവിടുത്തെ RC ഓണേഴ്സ് അത് പെട്ടെന്ന് തന്നെ സെയിൽ ഔട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മളിപ്പോഴുള്ള കേരളം സംസ്ഥാനം പോലുള്ള ആൾക്കാർക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കും. കാരണം ചീപ്പസ്റ്റ് റേറ്റിൽ വെഹിക്കിൾ വാങ്ങിക്കാം. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, 9 വർഷത്തെ ഡീസൽ വെഹിക്കിളും 14 വർഷത്തെ പെട്രോൾ വെഹിക്കിളും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് NOC കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആണ്, പക്ഷെ ശ്രദ്ധിച്ച് മാത്രം വണ്ടികൾ മേടിക്കുക. ദിസ് റീജിൽ കലിങ്ങൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടന്റ് ഡെൽറ്റ ഗാസ്. ബി സേഫ് ഡ്രൈവ്.